നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വിദേശ രാജ്യങ്ങളിൽ നിന്നും എത്തുന്നവർക്ക് 7 ദിവസം നിർബന്ധിത ഹോം ക്വാറന്റൈൻ ഏർപ്പെടുത്താനുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തീരുമാനം കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. ഇത് പ്രവാസികളെ സംബന്ധിച്ച് ഏറെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു വാർത്തയായിരുന്നു. എന്നാൽ ഇതിൽ ശക്തമായ പ്രതിഷേധത്തിലാണ് പ്രവാസികളെല്ലാം തന്നെ. രാജ്യത്തോ സംസ്ഥാനത്തോ കോവിഡ് കേസുകൾ വർദ്ധിക്കുമ്പോൾ ആദ്യപടിയെന്ന പോലെ പ്രവാസികൾക്ക് മേൽ നിയന്ത്രണം കൊണ്ടുവരാനാണ് എപ്പോഴും ശ്രമിക്കാറുള്ളത്. കോവിഡ് വ്യാപനം നിയന്ത്രിക്കാൻ സാധിക്കാതെ വരുമ്പോൾ എന്തെങ്കിലും നടപടികൾ എടുത്തുവെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിതെന്നും സോഷ്യൽ മീഡിയയിലെ ചർച്ചകളിൽ ആരോപണം ഉയർന്നിട്ടുണ്ട്. സർക്കാരിന്റെ കോവിഡ് നിയന്ത്രണങ്ങളിലുള്ള പാളിച്ചകൾ അക്കമിട്ട് നിരത്തിയാണ് പ്രവാസികൾ പ്രതിഷേധിക്കുന്നത്. നാട്ടിൽ യാതൊരുവിധ കോവിഡ് മുൻകരുതലുകളും പാലിക്കാതെ ആഘോഷങ്ങളും രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികൾ ഉൾപ്പെടെയുള്ള പൊതുചടങ്ങുകളും നടക്കുന്നതിനിടെ പലതവണ പരിശോധനകൾ കഴിഞ്ഞ് കോവിഡ് നെഗറ്റീവ് ആണെന്ന സർട്ടിഫിക്കറ്റുമായി എത്തുന്ന പ്രവാസികൾക്ക് മാത്രം എന്തിനീ നിയന്ത്രണം ഏർപ്പെടുത്തുന്നുവെന്നതാണ് ഇവരുയർത്തുന്ന പ്രധാന ചോദ്യം. ശാസ്ത്രീയമായ എന്തെങ്കിലും വിവരങ്ങളുടെയോ അല്ലെങ്കിൽ കണക്കുകളുടെയോ അടിസ്ഥാനത്തിലല്ല പ്രവാസികൾക്ക് മേൽ നിയന്ത്രണം കൊണ്ടുവരുന്നതെന്ന് നിരവധി പേർ സമൂഹ മാധ്യമങ്ങളിലൂടെ ആരോപിക്കുന്നുണ്ട്. കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ മറ്റൊരു മേഖലയിലും കാര്യമായ നിയന്ത്രണം ഏർപ്പെടുത്താത്തതും പ്രവാസികൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വ്യാപാര സ്ഥാപനങ്ങളിലോ പൊതുപരിപാടികളിലോ ആഘോഷങ്ങളിലോ ഒരു തരത്തിലുമുള്ള നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടില്ല. ഈ സാഹചര്യത്തിലും പ്രവാസികൾക്ക് 7 ദിവസത്തെ നിർബന്ധിത ക്വാറന്റൈൻ ഏർപ്പെടുത്തുന്നത് ന്യായീകരിക്കാൻ കഴിയാത്തതാണെന്നാണ് പ്രധാന ആരോപണം ഉയരുന്നത്. വിദേശത്ത് നിന്നെത്തുന്നവർ നിശ്ചിത ഇടവേളയ്ക്കുള്ളിൽ നടത്തിയ കോവിഡ് പരിശോധനയുടെ നെഗറ്റീവ് ഫലം എയർ സുവിധ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുകയും വിമാനത്താവളത്തിൽ ഹാജരാകുകയും ചെയ്ത ശേഷമാണ് യാത്ര അനുവദിക്കുക. ഇന്ത്യയിലെ വിമാനത്താവളങ്ങളിൽ എത്തുമ്പോൾ ഹൈറിസ്ക് രാജ്യങ്ങളിൽ നിന്ന് അല്ലാതെ എത്തുന്നവരിലും രോഗലക്ഷണമുള്ളവരെ പരിശോധനയ്ക്ക് വിധേയമാക്കും. ഒപ്പം ഓരോ വിമാനത്തിലും എത്തുന്ന യാത്രക്കാരിൽ നിശ്ചിത എണ്ണം പേരെ പരിശോധിക്കുന്നുമുണ്ട്. ഇത്രയും നിബന്ധനകൾ പാലിച്ച് എത്തുന്നവരെ വീണ്ടും നിർബന്ധിത ക്വാറന്റൈനിലാക്കേണ്ടതുണ്ടോ എന്നതാണ് പ്രവാസികൾ ഉയർത്തുന്ന ചോദ്യം. ചുരുങ്ങിയ ദിവസത്തെ അവധിക്ക് നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്ക് പുതിയ നിബന്ധന കാരണം യാത്ര റദ്ദാക്കാൻ നിർബന്ധിതരാകുന്നുവെന്നും ചൂണ്ടിക്കാണിക്കുന്നു. ക്വാറന്റൈൻ സമയത്തോ സ്വയം നിരീക്ഷണ സമയത്തോ ഏതെങ്കിലും തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടായാലോ കോവിഡ് പോസിറ്റീവ് ആയാലോ ആവർത്തിച്ചുള്ള പരിശോധന നടത്തും. അതേസമയം 7 ദിവസം നിർബന്ധിത ഹോം ക്വാറന്റൈൻ എന്നുള്ളത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.